കാസർഗോഡ് പൈവളികയിൽ കാണാതായ 15 വയസ്സുകാരിയെയും ഓട്ടോ ഡ്രൈവറെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള കുറ്റിക്കാട്ടിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഫെബ്രുവരി 12-നാണ് ഇരുവരെയും കാണാതായത്. ഫെബ്രുവരി 12 പുലർച്ചെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ കാണാതായത്. പെൺകുട്ടിയുടെ അയൽവാസിയായ ഓട്ടോ ഡ്രൈവർ 42-കാരനായ പ്രദീപിനെയും കാണാതായെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇരുവരെയും കാണാതായി 26-ാം ദിവസമാണ് പെൺകുട്ടിയുടെ വീടിനടുത്ത് 200 മീറ്റർ അകലെ കുറ്റിക്കാട്ടിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കാണാതായതിന് പിന്നാലെ ഇരുവരുടെയും മൊബൈൽ ഫോൺ വീടിന്റെ പരിസരത്ത് വെച്ച് സ്വിച്ച് ഓഫ് ആയിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ പ്രദേശത്തും കർണാടകയിലും പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. ഇരുവരുടെയും മൊബൈൽ ഫോണും കത്തിയും സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു. നമുക്കൊരു ഭയങ്കര ദുഃഖകരമായ കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ആ രണ്ടുപേര് കാണാത്തായതിന് ഇവിടെ തൂങ്ങി മരിച്ചത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. പിന്നെ 2-3 ദിവസം മുമ്പ് പോലീസുകാർ നമ്മൾ വിളിച്ചിട്ട് ഇവിടെ കുറച്ച് ആളെല്ലാം നമ്മൾ കൂട്ടിയിട്ട് ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇതൊന്ന് നമ്മൾ പെരുതാന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമ്മൾ ഇന്ന് ചേരി കാണുമ്പോൾ ഇവിടെ ഭയങ്കര നമുക്കൊരു സ്ഥിതി വേറെ എന്ത് കണ്ടുകൊണ്ടുണ്ടല്ലേ. പെൺകുട്ടിയും ഓട്ടോ ഡ്രൈവറും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇരുവരും ഒരുമിച്ചുള്ള ചിത്രം ബന്ധുവിന് അയച്ചു കൊടുത്തത് അന്വേഷണത്തിൽ കണ്ടെത്തി. തിങ്കളാഴ്ച പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൈരളി ന്യൂസ്, കാസർഗോഡ്.